അക്കാഡമിയുടെ പേപ്പർ 1 വീഡിയോ സീരീസിൻ്റെ അടുത്ത ഒരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾറെഡി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് ഈ രണ്ട് മൊഡ്യൂൾസിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ സെഷനിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ DI ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മാരത്തൺ വീഡിയോ സെഷൻ നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നു. നിങ്ങൾ പലരും ആ വീഡിയോ കണ്ട് പഠിക്കുകയും അത് നിങ്ങളുടെ എക്സാംസിന് ഹെൽപ്ഫുൾ ആകുകയും ഒക്കെ ചെയ്തതായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ ആ മാരത്തൺ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്തത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായി അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ലെവൽ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെ അല്ലെങ്കിൽ ആശയങ്ങൾ എന്തൊക്കെ, അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതായിരുന്നു. സോ മേജറായിട്ട് 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ മാരത്തൺ വീഡിയോയിൽ നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്തത്. പെർസെൻറ്റേജ്, ആവറേജ് ആൻഡ് റേഷ്യോ. അപ്പോൾ ജനറൽ കേസിൽ നമുക്കറിയാം ഈ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് നമ്മൾ നോക്കുമ്പോൾ ടേബിൾ ബേസ്ഡ് DI ആണ് കൂടുതലായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൽ ഈ 3 കോൺസെപ്റ്റ്സ് വളരെയധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷനിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഹയർ ലെവൽ DI ആണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ആ ബേസിക് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന മാരത്തൺ വീഡിയോ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ അതൊന്ന് കാണുന്നത് തീർച്ചയായിട്ടും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നതിലും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ നമുക്ക് ഈ ഒരു വീഡിയോ സീരീസിൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ടീച്ചിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് ഈ 2 മൊഡ്യൂൾസിൻ്റെയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള 2023 എക്സാംസിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള അനാലിസിസുകളാണ് ഈ സീരീസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ ഓൾറെഡി ചെയ്തിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആ 2 മൊഡ്യൂൾസിൻ്റെ ഈ സീരീസിലെ സെഷൻസ് അല്ലെങ്കിൽ വീഡിയോസും അതിൻ്റെ ലിങ്ക്സും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ 2 മൊഡ്യൂൾസ് സോഫാർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യാം. സോ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പുതുതായിട്ട് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ 2024 ജൂൺ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിനെ ബേസ് ചെയ്തിട്ട് എന്താണ് പുതുതായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഈ DI പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ DI പഠിക്കാൻ ശ്രമിക്കുന്ന റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും ഈ മിസ്സിംഗ് ടേബിൾ എന്ന് പറയുന്നത്. റീസെൻറ്റ് എക്സാംസിൽ വളരെ കൂടുതലായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് DI ആണ്. വെറിൻ ദേ വിൽ പ്രൊവൈഡ് യു വിത്ത് ഡേറ്റ. അതിനകത്ത് ചില കാര്യങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് തരിക. എന്നിട്ട് അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഒരേ സമയത്ത് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളൊരു കോംപ്ലിക്കേഷൻ അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ മിസ്സിംഗ് ടേബിൾസ് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പെർസെൻറ്റേജ് ആവറേജ് റേഷ്യോ ഒക്കെ മാരത്തൺ വീഡിയോ ഒക്കെ കണ്ടു പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ഈസിലി നിങ്ങൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും. പെർസെൻറ്റേജ് എങ്ങനെ കാണാം, പെർസെൻറ്റേജ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഡിക്രീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആവറേജ് എങ്ങനെയാണ്, റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം, ഇതൊക്കെ നിങ്ങളിപ്പോൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ പലരെയും വളരെയധികം ട്രബിൾ ചെയ്യുന്ന വേറൊരു കോൺസെപ്റ്റാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് ഒക്കെ തരും. എന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഡേറ്റ തരും. ആ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ അവിടെ നമുക്ക് ബേസിക്കലി എന്ത് വേണം, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ഇത് പലരെയും ട്രബിൾ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഈ സെഷനിൽ നമ്മൾ ഇതിൻ്റെ 2ൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡീൽ ചെയ്യാനായിട്ട് പോവാണ്. ഇത് മിസ്സിംഗ് ടേബിളുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് ഡീൽ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ് ലോസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്, അങ്ങനെയുള്ള ഐഡിയാസ് ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് ഈ 2 ആശയങ്ങളും നിങ്ങൾക്ക് ഒരുപോലെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദി സെഷൻ. സോ ആദ്യമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. അതായത് ഈ 2 കോൺസെപ്റ്റ്സും, അതായത് മിസ്സിംഗ് ടേബിളും വേണം, അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു DI ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു. സോ ഡിസംബർ 2023 ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ സാമ്പിളായിട്ട് എടുക്കുകയാണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ മില്യൺസ് ഓഫ് എ സർട്ടൻ കമ്പനി ഡ്യൂറിംഗ് ദ 5 years ഫ്രം 2018 to 2022 along with profit percentage and loss percentage incurred in all these years. Some values are missing in the table, indicated by that you're expected to calculate if required. Based on the data in the table, answer the questions that
ഫോളോ. അപ്പോൾ കൃത്യമായിട്ട് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ് നമുക്ക് ടേബിളിൽ ഡേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. 5 വർഷത്തെ ഒരു കമ്പനിയുടെ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ 2018 ആൻഡ് 2022. സ്പെസിഫിക്കലി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ചില ഡേറ്റ മിസ്സിംഗ് ആണ്, നമുക്ക് അവിടെ ചില ഡേറ്റ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻസിൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻസിൽ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്രൈമറിലി നമ്മൾ എന്ത് ചെയ്യണം, ആ മിസ്സിംഗ് ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം ആ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്താനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണ്, നമുക്കൊരു ഡേറ്റ് തരും, ആ ഡേറ്റിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ആ 5 ക്വസ്റ്റ്യൻസ് ആ ഡേറ്റ് ബേസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇയർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു, 2018 to 2022. ഇയർ വൈസ് ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ കമ്പനി, അത് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് എല്ലാം മില്യൺസിലാണ്. കൃത്യമായിട്ട് ചില ഡേറ്റ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമറിലി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. വാട്ട് യു മീൻ ബൈ എക്സ്പെൻഡിച്ചർ, വാട്ട് യു മീൻ ബൈ ഇൻകം, ഓർ എങ്ങനെയാണ് പ്രോഫിറ്റും ഈ പറഞ്ഞ കോൺസെപ്റ്റുകളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ചില ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇക്വേഷൻസിനപ്പുറത്തേക്ക് ഈ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺസെപ്ച്വലി തന്നെ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ് ഫെമിലറൈസേഷൻ. എന്താണ് എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, ഇതെങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു നോക്കും. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻസും നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പ്രൈമറിലി നമുക്ക് മനസ്സിലാവേണ്ട കോൺസെപ്റ്റ് എന്താണ് ഈ എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ്, ലോസ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത് പ്രൈമറിലി മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സിനാരിയോസ് എടുക്കാൻ, 2 എക്സാമ്പിൾസ് എടുത്തിട്ട് നമുക്ക് ഈ കോൺസെപ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് അറിയാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഓൾറെഡി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്ക് മേ ബി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന, അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഏരിയ അത്ര എക്സ്പോസ്ഡ് അല്ലാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഇതിൻ്റെ ഏറ്റവും ഹയർ ലെവലായിട്ടുള്ള കോൺസെപ്റ്റ്സ് വരെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കൺസിഡർ എ സിനാരിയോ വെറിൻ ഇപ്പോൾ ഒരു കമ്പനി, അവരൊരു പേന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവരൊരു 10 പേന മാനുഫാക്ചർ ചെയ്യാനായിട്ട് അവർക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കമ്പനി 10 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാൻ അവർക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന ചിലവ്, കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും, ഇത് ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ലേബർ ചാർജുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് അവർക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെയാണ് നമ്മൾ ഈ ചിലവെന്ന് പറയുന്ന ആസ്പെക്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കേസ് 1 ഈ കമ്പനിക്ക് ഉണ്ടായ ചിലവെന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കാം 10 പേന ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഇനി ഈ 100 രൂപയ്ക്ക് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ഈ 10 പേന ഇവർ വിൽക്കുന്നത് 110 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 110 രൂപ എന്ന് പറയുന്നത് എന്താ, ഇവർക്ക് കിട്ടിയ ഇൻകമാണ്. അതായത് അത് അവർ വിറ്റപ്പോൾ അവർക്ക് കിട്ടിയ പൈസ അല്ലേ, അതിനെ നമ്മൾ ഇൻകം എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ നമുക്ക് വേറൊരു ടേമിൽ ഐഡൻറ്റിഫൈ ചെയ്യും, ദാറ്റ് ഇസ് റവന്യൂ. അപ്പോൾ 100 രൂപയ്ക്ക് അവർ ഉൽപ്പാദിപ്പിച്ച ഈ 10 pence അവർ 110 രൂപയ്ക്ക് എന്ത് ചെയ്യാണ്, അവർ വിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ചിലവെന്ന് പറയുന്നത് 100 പക്ഷെ അവർക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് എന്താണ്, 110 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതായത് അവർക്ക് ഇപ്പം കയ്യിൽ വന്നിരിക്കുന്ന പൈസയിൽ നിന്ന് അവർക്കുണ്ടായ എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. അപ്പോൾ ഈ സിനാരിയോയിൽ നിങ്ങൾ നോക്കിയേ, 100 രൂപയാണ് അവർക്ക് ഉൽപ്പാദനത്തിനുണ്ടായ ചിലവ്, 110 രൂപയ്ക്കാണ് അവരത് വിറ്റത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 110ൽ നിന്ന് 100 കുറച്ചാൽ എത്രയാണ്, 10. അപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാ, ഈ ഒരു കേസിൽ അവർക്ക് 10 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. നമ്മൾ പ്രോഫിറ്റ് ആണ് പറയുന്നത് കേട്ടോ, അതായത് എത്ര രൂപ എന്നുള്ള കണക്കിലാണ് നമ്മൾ പറയുന്നത്. ഇനി വേറൊരു സിനാരിയോ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതുപോലെ തന്നെ 100 രൂപയ്ക്കാണ് ഇവർ 10 പേന ഉൽപ്പാദിപ്പിച്ചു എന്ന് വിചാരിക്കാം. 10 പേനയുടെ ചിലവ് അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തപ്പോൾ അവർക്കുണ്ടായ ചിലവെന്ന് പറയുന്നത് 100 രൂപയാണ്. ഇനി ഈ കമ്പനി ഇത് വിറ്റത് 90 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. 90 രൂപയ്ക്കാണ് ഇവരിത് വിറ്റതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവരുടെ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്,
ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ, അതായത് 90 മൈനസ് 100, അതായത് -10 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. 100 രൂപയാണ് ചിലവായത്, 90 രൂപയ്ക്ക് അവർ വിറ്റത് എന്ന് പറഞ്ഞാൽ അവർ വിറ്റപ്പോൾ 10 രൂപ അവരുടെ ചിലവിൽ നിന്ന് 10 രൂപ കുറച്ചാണ് എന്ത് സംഭവിച്ചത്, അവർ വിറ്റിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്, ലാഭമാണോ നഷ്ടമാണോ? 10 രൂപ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് അവരുടെ ലോസ് ആണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പൈസയിൽ നിന്നും നമുക്ക് ചിലവായ പൈസ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റ് ആണ് ലോസ് ആണ്. കൂടുതൽ പൈസ നിങ്ങൾക്ക് ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. നിങ്ങൾ ചിലവാക്കിയതിനേക്കാളും കുറച്ച് പൈസയ്ക്കാണ് നിങ്ങൾ വിറ്റോന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അവിടെ വരുന്നത് നഷ്ടമാണ്, ലോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം, എന്താണ് ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എന്നുള്ളത്. അതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ബേസിക്കലി ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും നമുക്കിവിടെ പറയാനായിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ. ഇക്വേഷൻ എന്താ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. നമ്മൾ ഓൾറെഡി ഈ പ്രോഫിറ്റ് എന്താണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, എക്സ്പെൻഡിച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, രണ്ടുമായിക്കോട്ടെ, അല്ലെങ്കിൽ ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കാശ് മുതൽ മുടക്കുണ്ടായി, അല്ലെങ്കിൽ എനിക്ക് എത്ര കാശാണ് ചിലവായത്, അതിനേക്കാൾ ചിലവായതിനേക്കാൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ്. ഇനി ഞാൻ ചിലവാക്കിയ പൈസയെക്കാളും കുറച്ചാണ് എനിക്ക് റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം ആയിട്ട് കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻഡിച്ചർ ആണ് നമ്മളുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെൻഡിച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോഫിറ്റും പ്രോഫിറ്റ് പെർസെൻറ്റേജും നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻഡിച്ചറിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് എൻ്റെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ എനിക്ക് ചിലവായ പൈസയുടെ എത്ര ശതമാനമാണ് എനിക്ക് ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് വിളിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകത്തിൽ നിന്ന് എൻ്റെ എക്സ്പെൻഡിച്ചർ കുറച്ചാൽ എനിക്ക് അറിയാൻ പറ്റും എനിക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ. അപ്പോൾ അങ്ങനെ എങ്ങനെ നമുക്കിപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് എനിക്ക് കണക്കാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഈ സിനാരിയോയിൽ ഇപ്പം നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതേ ഇക്വേഷനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ പറയാം, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എക്സ്പെൻഡിച്ചറിന്റെ എത്ര ശതമാനമാണ് എൻ്റെ പ്രോഫിറ്റ്. നിങ്ങൾ ഓൾറെഡി പെർസെൻറ്റേജ് പഠിച്ചു കിട്ടിയില്ല, അപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ അതിൻ്റെ മീനിങ് എന്താ, എക്സ്പെൻഡിച്ചറിന്റെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന്റെ എത്ര ശതമാനമാണ് എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ന്യൂമറേറ്റർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സിനാരിയോ നമ്മൾ മുമ്പേ എടുത്ത കേസ് ഫണ്ടിന്റെ സിനാരിയോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എങ്ങനെ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതായത് 110 രൂപയാണ് എൻ്റെ ഇൻകം, അതിൽ നിന്ന് 100 കുറയ്ക്കുക, അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് ആണ് എനിക്ക് ഇവിടെ, അല്ലേ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ കിട്ടിയിരിക്കുന്നത്, 10 ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ എത്രയാണ്, 100 ഇൻറ്റു 100. അപ്പം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 10%. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 10% എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സിനാരിയോയിലേക്ക് മൂവ് ചെയ്യാം. ഇത് പെർസെൻറ്റേജ് ലോസ് ആണ്. ഇവിടുത്തെ ഇക്വേഷൻ എന്താ, പെർസെൻറ്റേജ് ലോസ് ഇസ് ഈക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു സംശയം ഉണ്ടാവും, ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനും പ്രോഫിറ്റ് ലോസിൻ്റെ ഇക്വേഷനും പെർസെൻറ്റേജ് ലോസിൻ്റെ ഇക്വേഷനും സിമിലർ ആണല്ലോ. രണ്ടിടത്തും നമ്മൾ പറയുന്നത് എന്താ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ബേസിക്കലി ഈ ഇക്വേഷൻസ് സിമിലർ ആണ്. പിന്നെ വ്യത്യാസം എവിടെയാണ് വരുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആകുമ്പോൾ എൻ്റെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിനാരിയോ എന്താ, എൻ്റെ എക്സ്പെൻഡിച്ചറിലും അധികമാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താവും, പ്രോഫിറ്റ് ആവും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു മൈനസ് വാല്യൂ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എൻ്റെ എക്സ്പെൻഡിച്ചറിനേക്കാളും കുറവാണ് എനിക്ക് റിട്ടേൺ കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ ഇൻകം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സിനാരിയോയിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ലോസ് എന്ന് വിളിക്കും. ആ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് റീറൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ലോസിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, പ്രോഫിറ്റ് ലോസ് അല്ല, പെർസെൻറ്റേജ് ലോസിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ലോസ് ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ
ഇൻറ്റു 100. അപ്പോൾ ഈ സിനാരിയോയിൽ എന്താ സംഭവിച്ചത്? എൻ്റെ ചിലവെന്ന് പറയുന്നത് 100 രൂപയാണ്, എനിക്ക് തിരിച്ചു കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 90 രൂപയാണ്. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് മുടക്കുമുതലായ പൈസയെക്കാളും കുറവാണ് എൻ്റെ റിട്ടേൺ, എനിക്ക് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 100 രൂപയാണ് എൻ്റെ എക്സ്പെൻഡിച്ചർ, വിറ്റത് 90 രൂപയ്ക്ക്, 10 രൂപ കുറച്ച് തിരിച്ചു കിട്ടിയത്. അപ്പോൾ എനിക്ക് നഷ്ടമാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മളിവിടെ -10 എന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സിനാരിയോ നോക്കാം. ഇവിടെ ലോസ് മൈനസ് അല്ലെങ്കിൽ ലോസ് ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 ആണ്. ഇവിടുത്തെ എൻ്റെ ലോസ് എന്ന് പറയുന്നത് എത്രയാണ് ശരിക്കും? ലോസ് -10 എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം അല്ലേ? അപ്പം -10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുന്നത്? -10%. എന്താ ഈ -10 ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്? ലോസ് ആണ് എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പെൻഡിച്ചറിനേക്കാളും 10% കുറവാണ് എൻ്റെ, അല്ലെങ്കിൽ 10% എൻ്റെ എക്സ്പെൻഡിച്ചറിനേക്കാളും എൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്താണ്, ഇൻകം എന്താണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഇതിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ മാത്രമല്ല, മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോൺസെപ്റ്റാണ്. പല രീതികളിൽ ക്വസ്റ്റ്യൻസ് വരാം. അത് ഒരു സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറും തരും, ഇൻകവും തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ മറ്റൊരു സിനാരിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറും തരും, അതിൻ്റെ കൂടി പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് തരും, എന്നിട്ട് ഇൻകം കണ്ടുപിടിക്കാൻ പറയാം. വേറൊരു രീതി വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, ഇൻകവും പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലോസ് വന്നിട്ട് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെ പല വെറൈറ്റീസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഓൾറെഡി കണ്ട ക്വസ്റ്റ്യനകത്തും ഈ ഐഡിയാസ് എല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ പല സാധ്യതകൾ ഇതിൽ നിന്ന് ചോദ്യങ്ങളായിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓൾറെഡി പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടെത്തേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കി നമുക്കിതൊന്ന് തറവാക്കിയതിന് ശേഷം ഇതല്ലാതെയുള്ള ബാക്കി സാധ്യതകളെ കുറിച്ച് നമുക്ക് നോക്കാം. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഇക്വേഷൻ എന്തായിരുന്നു? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ഈ സിനാരിയോ കേസ് 1 നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 200 രൂപയാണ്, ഇൻകം എന്ന് പറയുന്നത് 240 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ, ഇവിടുത്തെ ഇൻകം എത്രയാണ്? 240 മൈനസ് 200 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. ഇതാണ് നിങ്ങളുടെ സിനാരിയോ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 240 മൈനസ് 200 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100, റൈറ്റ്? ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നിങ്ങൾ കട്ട് ചെയ്താൽ 40 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 20%. ഇവിടുത്തെ സിനാരിയോ എന്താ? 240 മൈനസ് 200 40. അപ്പോൾ അതെന്താ? പ്രോഫിറ്റ് ആണ്. ഇത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് നിങ്ങളുടെ എക്സ്പെൻഡിച്ചറിൻ്റെ 20% നിങ്ങളുടെ ലാഭം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഈ കേസ് നിങ്ങളൊന്ന് നോക്കിക്കേ. എക്സ്പെൻഡിച്ചർ 200, ഇൻകം 180 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ എത്ര വരും? ഇൻകം എത്രയാണ്? 180 മൈനസ് 200 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? -20 അല്ലേ? 180 മൈനസ് 200 -20. അപ്പോൾ എന്താ ഇവിടെ? ലോസ് ആണ്. ലോസ് പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 180 മൈനസ് 200 ദാറ്റ് ഇസ് -20 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? -10%. അപ്പോൾ ഇവിടെ എന്താ? ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ് അല്ലേ? അതായത് എൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 10% എൻ്റെ നഷ്ടം. അപ്പോൾ ഇതാണ് എൻ്റെ പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻകവും പ്രോഫിറ്റ് ലോസും തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള സിനാരിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഇൻകം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാം. ഇങ്ങനെയുള്ള സാധ്യതകളിൽ എങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്? പ്രോപ്പർ ഇക്വേഷൻസ് ഇതിനുണ്ട്. ഇക്വേഷൻസും നമ്മൾ നോക്കും, അതിനോടൊപ്പം തന്നെ ആ കോൺസെപ്റ്റും കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ഈ ഫസ്റ്റ് സിനാരിയോ നിങ്ങൾ നോക്കിയേ. ഇവിടെ എക്സ്പെൻഡിച്ചർ എത്ര? 200 രൂപയാണ് എക്സ്പെൻഡിച്ചർ എന്ന് തന്നിട്ടുണ്ട്. ഇൻകം നമുക്ക് കൊടുത്തിട്ടില്ല. പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50% കൊടുത്തിട്ടുണ്ട്. ഈ ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും എന്താ? ഈ കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
എനിക്ക് ചിലവായ പൈസയും അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടെ എനിക്ക് കിട്ടി. അപ്പോൾ ആ ചിലവായ പൈസ പ്ലസ് ആ പ്രോഫിറ്റ് ആണ് ഈ സിനാരിയോയിൽ എൻ്റെ ഇൻകം എന്ന് പറയുന്നത്. എനിക്ക് ചിലവായ പൈസ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ കൂടെ എനിക്ക് എത്രയോ പൈസ എനിക്ക് എന്ത് കിട്ടി, ഒരു പ്രോഫിറ്റ് ആയിട്ട് കൂടെ ലഭിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എൻ്റെ ഇൻകം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പറയാം? ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് പ്രോഫിറ്റ് അല്ലേ? ഇത് രണ്ടും കൂടെ കൂടിയതാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനാരിയോയിൽ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? പ്രോഫിറ്റ് തന്നിട്ടില്ല. മറിച്ച് എന്താ തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ നിന്ന് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനം എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചറിൻ്റെ ഈ കേസിലാണെങ്കിൽ 200 രൂപയുടെ 50% എത്രയാണെന്ന് നോക്കിയാൽ അതാണ് എൻ്റെ എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ 50%. ഇത് നിങ്ങൾ വലിയ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 200ന്റെ 50% എന്ന് പറഞ്ഞാൽ എന്താ? 200ന്റെ പകുതി. അങ്ങനെ ആലോചിക്കാമല്ലോ. 200ന്റെ പകുതി. നമ്മൾ ഓൾറെഡി പെർസെൻറ്റേജ് നമ്മുടെ ബേസിക് മാരത്തൺ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഐഡിയ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ 100% എത്ര, 50% എത്ര, 10% എത്ര, ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാം. 200ന്റെ 50% മീൻസ് 200ന്റെ പകുതി. അപ്പോൾ ഈ കേസിൽ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 50%, ദാറ്റ് ഇസ് 200ന്റെ 50%, ദാറ്റ് ഇസ് 200ന്റെ പകുതി, ദാറ്റ് ഇസ് 100. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി. ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ കേസിൽ ഇൻകം എത്രയാ? ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് പ്രോഫിറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 300. കിട്ടിയില്ലേ? അപ്പോൾ എക്സ്പെൻഡിച്ചറും ഉണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജും ഉണ്ടെങ്കിൽ ഇൻകം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് മനസ്സിലായില്ലേ? ഇനി വേറൊരു സിനാരിയോ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, എക്സ്പെൻഡിച്ചർ 200 രൂപ, ഇൻകം കൊടുത്തിട്ടില്ല, പെർസെൻറ്റേജ് ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. 50% എൻ്റെ പെർസെൻറ്റേജ് ലോസ്. ഈ കോൺസെപ്റ്റിൽ ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ചിലവായ പൈസയിൽ നിന്നും എന്തോ ഒന്ന് കുറവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ആശയം അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ എൻ്റെ ഇൻകം എന്ന് പറയുന്നത് എന്താ? ശരിക്കും എൻ്റെ ഇൻകം എന്ന് പറയുന്നത് എനിക്ക് ചിലവായ പൈസ, ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ മൈനസ് ലോസ് ആണ്. കാരണം ഇവിടെ പെർസെൻറ്റേജ് ലോസ്, എനിക്ക് എന്തോ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുടക്കിയ പൈസയിൽ നിന്ന് എൻ്റെ നഷ്ടം കുറച്ചാൽ അതാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത്. ഇതാണല്ലോ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ലോസ് ആ തന്നിരിക്കുന്നത്. 50% എൻ്റെ നഷ്ടം. അപ്പോൾ ഇവിടെ എത്രയാണ് ആ ലോസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് അങ്ങനെ കണ്ടുപിടിച്ചു. ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 50% എൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 200ന്റെ 50% എനിക്കിവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത്? നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ലോസ് എന്ന് പറയുന്നത് എന്താ? 200ന്റെ 50%, അതായത് 200ന്റെ പകുതി, ദാറ്റ് ഇസ് 100. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ ഇൻകം എത്രയാ? എനിക്ക് ചിലവായ എക്സ്പെൻഡിച്ചർ 200 രൂപയായിരുന്നു. അതിൽ നിന്നും എനിക്ക് 100 രൂപ നഷ്ടത്തിലാണ് എനിക്ക് ഇൻകം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 200 മൈനസ് 100, അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാ? എൻ്റെ ഇവിടുത്തെ ഇൻകം, ദാറ്റ് ഇസ് 100 rupees. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് ലോസും തന്നാൽ നിങ്ങൾക്ക് ഇൻകം കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നമുക്കത് മനസ്സിലായി. ഇനി വേറൊരു കേസുണ്ട്, നമ്മൾ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്ത്. അതായത് നിങ്ങൾക്ക് ഇൻകം തരും, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ലോസ് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എക്സ്പെൻഡിച്ചർ എത്രയാണ്, എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാനായിട്ട് പറയും. ഇതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ഇത് ആവശ്യമാണ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ആവശ്യമാണ്, മാത്തമാറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡിൽ ആശയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിലേക്ക് നമുക്ക് പോകണം. പക്ഷേ അതിനു മുമ്പ് അതിനോട് ചേർത്ത് തന്നെ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇപ്പം നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ കോൺസെപ്റ്റ് അല്ലാതെ ഡയറക്റ്റ്ലി ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചാൽ ആ ഇക്വേഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇക്വേഷൻ ഇതാണ്. Income is equal to expenditure into 100 plus profit percentage divided by 100 in the case of പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ? അതായത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? നമ്മൾ മുമ്പ് എടുത്ത അതേ സിനാരിയോസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കോൺസെപ്ച്വലി ഇപ്പം നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറും
പെർസെൻറ്റേജ് ലോസും തന്നാൽ കോൺസെപ്ച്വലി എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് ഓൾറെഡി പഠിച്ചു. ഇനി അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കോൺസെപ്റ്റ്സിനേക്കാളും ഇക്വേഷൻസ് കാണാതെ പഠിച്ചിട്ട് ചെയ്താലും ഉത്തരം കിട്ടും. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ച് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ലെറ്റ്സ് സേ എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. അപ്പോൾ കോൺസെപ്റ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. പക്ഷെ മാറിപ്പോരുത്, ഇത് ഇൻകം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് ഓർക്കുക. എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജുമാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻകം കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ് ഇവിടെ എക്സ്പെൻഡിച്ചർ എത്രയാ? 200 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇവിടെ എത്രയാ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് 50. അപ്പം 150 നമുക്ക് എടുക്കാം അല്ലേ? 150 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തേ 100 ഇൻറ്റു 2 200. സോ ഇറ്റ് വിൽ ഗിവ് യു 300. ഇത് തന്നെയാണ് നമ്മൾ കോൺസെപ്ച്വലി ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ ഉത്തരം. ഇനി ഈ സിനാരിയോയിലേക്ക് വന്നേ. എക്സ്പെൻഡിച്ചർ 200, ഇൻകം കൊടുത്തിട്ടില്ല, ഇവിടെ പെർസെൻറ്റേജ് ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 മൈനസ്, ഇത് തമ്മിൽ മാറിപ്പോരുത്, ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലോസ് ആണെങ്കിൽ 100 മൈനസ് പെർസെൻറ്റേജ് ലോസ് ഡിവൈഡഡ് ബൈ 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എക്സ്പെൻഡിച്ചർ എത്രയാ? 200 ഇൻറ്റു 100 മൈനസ് പെർസെൻറ്റേജ് ലോസ് ആണ്. അപ്പോൾ 100 മൈനസ് 50 ചെയ്യണം. അപ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടും? 50 ഡിവൈഡഡ് ബൈ 100. ഇത് സിംപ്ലിഫൈ ചെയ്തേ അല്ലേ? 100 ഇൻറ്റു 2 200. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 50 ഇൻറ്റു 2 വരും, ദാറ്റ് ഇസ് 100. ഈ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടിയത്. ഇതിനു മുമ്പ് കോൺസെപ്ച്വലി നമ്മൾ ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ 2 രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ലോസും തന്നാൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം, കോൺസെപ്ച്വലി കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ ഇക്വേഷനിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാതെ ഇക്വേഷൻസ് പഠിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ഇക്വേഷൻ. ഇനി ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ആളുകൾക്ക് കോൺസെപ്ച്വലിയും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത സിനാരിയോയിലേക്ക് പോകാം. വേറെ നമുക്ക് ഇൻകവും തരും, പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ലോസ് തരും, എന്നിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ കണ്ടെത്തേണ്ടതായിട്ട് വരുന്ന സിനാരിയോസ് ഉണ്ട്. അങ്ങനെയുള്ള 1-2 എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് എക്സ്പെൻഡിച്ചർ തന്നിട്ടില്ല, ഇൻകം 220 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജ് പ്രോഫിറ്റ് 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം, മുമ്പേ നമ്മൾ കണ്ടതുപോലെ കോൺസെപ്ച്വലിയും ചെയ്യാം. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് മുമ്പേ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജും വരുമ്പോൾ ഇൻകം കണ്ടുപിടിക്കുന്ന ആ കോൺസെപ്റ്റിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ കോൺസെപ്ച്വൽ ആയിട്ട് ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനാരിയോയിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ എക്സാമിനോട് അടുത്തൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. കോൺസെപ്ച്വലിയും ചെയ്യാം, പക്ഷെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ നമ്മളിവിടെ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് എക്സ്പെൻഡിച്ചർ കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ? എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഒന്നുകൂടെ പറയാം, എക്സ്പെൻഡിച്ചറിൻ്റെ ഇക്വേഷൻ ആണിത്. ഇൻകവും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാം? എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ഇൻകം എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 220 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇവിടെ എത്രയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നത്? 10. അപ്പം 100 പ്ലസ് 10 ദാറ്റ് ഈസ് 110 അല്ലേ? 110 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തേ. 110 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 220. അപ്പോൾ 100 ഇൻറ്റു 2 നിങ്ങൾക്ക് കിട്ടും, ദാറ്റ് ഈസ് 200. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 200 ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ. അപ്പോൾ ഈ സിനാരിയോ എന്താ? നിങ്ങൾക്ക് ഇൻകം തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞത്? എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ 220 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110 എന്ന് വരും, ദാറ്റ് ഈസ് 200 ഇറ്റ്സെൽഫ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഈ സിനാരിയോയിൽ നമുക്ക് എന്താ? പെർസെൻറ്റേജ് ലോസ് ആണ് തന്നിരിക്കുന്നത്, ലോസ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ തന്നിട്ടില്ല, ഇൻകം 180 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ എന്താ? എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ്
പെർസെൻറ്റേജ് ലോസ്. ഇപ്പം നിങ്ങൾക്ക് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണെന്നിരിക്കുന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100/100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ലോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100/100 മൈനസ് നിങ്ങളുടെ പെർസെൻറ്റേജ് ലോസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഇൻകം എത്രയാണ്? 180 ഇൻറ്റു 100/100 മൈനസ് പെർസെൻറ്റേജ് ലോസ്. അപ്പോൾ എത്ര വരും? 100 മൈനസ് 10 വരും. ദാറ്റ് ഇസ് 90. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം? 90 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 180. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 200. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 200. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100/100 പ്ലസ് പെർസെൻറ്റേജ് പ്രോഫിറ്റ്. ഇനി നിങ്ങൾക്ക് പെർസെൻറ്റേജ് ലോസ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100/100 മൈനസ് പെർസെൻറ്റേജ് ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് മുമ്പേ നമ്മൾ ഇൻകത്തിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് തമ്മിൽ മാറിപ്പോകുന്നുള്ള കൺസേൺ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് തന്നെ യൂസ് ചെയ്യാം. വന്നിട്ട് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ഇക്വേഷൻ ഓർത്തിരുന്നാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം ഈ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ടുള്ള ബേസിക്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം കണ്ട ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. അതിൻ്റെ ഡേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ബേസിക്സ് ഉപയോഗിച്ചുകൊണ്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്. മിസ്സിംഗ് ടേബിളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മിസ്സിംഗ് ടേബിൾ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഓഫ് കോഴ്സ്. അതിൻ്റെ കൂടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നൊരു കോൺസെപ്റ്റ് ആണ് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി ക്വസ്റ്റ്യൻ.
സോ ഈ ക്വസ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? ഈ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് 5 ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഡേറ്റയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോളോയിങ് ടേബിൾ ഷോസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ സർട്ടൻ കമ്പനി ഡ്യൂറിംഗ് ദ 5 years from 2018 to 2022 along with profit percentage and loss percentage incurred in all these years. Some values are missing in the table indicated by that you're expected to calculate if required. Based on the data in the table, answer the questions that follow. So basically ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഡേറ്റയ്ക്കകത്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു കമ്പനിയുടെ 2018 മുതൽ 2022 വരെയുള്ള എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ലോസ്, ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചില ഡേറ്റ അവിടെ മിസ്സിംഗ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം ക്വസ്റ്റനിലേക്ക് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണം. സോ നമുക്ക് ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റൻ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ? പ്രോഫിറ്റ് ഇൻ 2020 ഇസ് -% മോർ ദാൻ ഇൻ 2018. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2020 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2018 പ്രോഫിറ്റിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രൈമർലി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ ഈ 2 വർഷത്തെ എന്തൊക്കെ ഇൻഫർമേഷൻ ആണുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. സോ 2018 എക്സ്പെൻഡിച്ചർ നമുക്ക് ഡേറ്റയിൽ തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ എത്രയാണ്? എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു 192. ദെൻ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് പ്രോഫിറ്റ് അത് എത്രയാണ്? ദാറ്റ് ഇസ് 15. പ്ലസ് സൈൻ ആണ്, അപ്പോൾ അത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് പെർസെൻറ്റേജും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പെൻഡിച്ചറിൻ്റെ 15% അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 15% ഓഫ് 192. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഓക്കെ, അപ്പോൾ നിങ്ങളത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയും കിട്ടും? 28.8 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് അത് ചെയ്താൽ മതി. ഇപ്പോൾ 28.8 ആണ് നിങ്ങൾക്കിവിടെ 2018 പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി 2020 നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഫർമേഷൻ ആണുള്ളതെന്ന്. 2020 എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്ര? ഇവിടെ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു 210 ആണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടില്ലേ? പ്ലസ് സൈൻ ആണ്. സോ ഓഫ് കോഴ്സ് അതെന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ദാറ്റ് ഇസ് 20. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ സെയിം രീതിയിൽ തന്നെ അല്ലേ? എക്സ്പെൻഡിച്ചറിൻ്റെ 20%, അതായത് 210 × 20/100. ഓക്കെ, ഓക്കെ, ദാറ്റ് വിൽ ഗിവ് യു 42. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. 2018 കിട്ടി, 2020 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താ? പ്രോഫിറ്റ് ഇൻ 2020 ഇസ് വാട്ട് % മോർ ദാൻ 2018. അതാണ് ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ഇൻ 2020 ഇസ് -% മോർ ദാൻ ഇൻ 2018. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഈ പെർസെൻറ്റേജ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഡിക്രീസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മുടെ ബേസിക് മാരത്തൺ വീഡിയോയിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ബേസിക്സിലേക്ക് പോകുന്നില്ല, ഡയറക്റ്റ്ലി നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ എന്താ ഇവിടെ ഫൈനലി നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താ? പ്രോഫിറ്റ് ഇൻ 2020 ഇസ് വാട്ട് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ വാട്ട് % മോർ ദാൻ, ഈ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള മോർ ദാൻ ദ പ്രോഫിറ്റ് ഇൻ 2018. സോ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 2020 പ്രോഫിറ്റ് ദാറ്റ് ഇസ് 42 മൈനസ് 2018 പ്രോഫിറ്റ് ഇവിടെ ഉണ്ട് 28.8 ഡിവൈഡഡ് ബൈ, നമ്മൾ എന്ത് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്? ഈ കോൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോകാത്ത. 28.8 വെച്ചാൽ കമ്പയർ ചെയ്യേണ്ടത്. ബിക്കോസ് പ്രോഫിറ്റ് ഇൻ 2020 ഇസ് വാട്ട് % മോർ ദാൻ 2018. സോ കമ്പയർ ചെയ്യുന്ന വാല്യൂ 2018 വാല്യൂ ആണ് നമ്മുടെ ബേസ് കമ്പാരിസൺ. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതണം? ഡിവൈഡഡ് ബൈ, താഴെ എഴുതുക, ഡിവൈഡഡ് ബൈ 28.8 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 42 മൈനസ് 28.8 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 13.2
ഡിവൈഡഡ് ബൈ 28.8 ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് ഇങ്ങനത്തെ വാല്യൂസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു എളുപ്പമുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 132 ബൈ 288 എന്നതിനെ മാറ്റാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് എത്രയാണ്? 45.83. So 45.83 എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷൻസിൽ സി ഓപ്ഷൻ ആണ്. So the right answer for this question is option C. Moving to the next question. What is the average of the income of the company in 2018 and 2020? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻകം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നമുക്കറിയാം, ഇപ്പോൾ ലെറ്റ്സ് നിങ്ങൾ 2018 എന്നുള്ളത് ആദ്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് എന്താ? നമ്മൾ കോൺസെപ്ച്വലി ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഇൻകം എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ 2018 എക്സ്പെൻഡിച്ചർ ഉണ്ട്, പിന്നെ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പക്ഷേ ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2018 പ്രോഫിറ്റ് ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എക്സാമിന് പോകുന്ന ടൈമിൽ ഈ DIയുടെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്ന ടൈമിൽ അത് വൃത്തിയായിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു സ്ഥലത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാല്യൂ വേറൊരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പലപ്പോഴും പറ്റുന്ന പ്രശ്നം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റഫായിട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ പിന്നീട് ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏത് വാല്യൂ ആണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ DI പ്രാക്ടീസ് ചെയ്യുമ്പോഴും DI പരീക്ഷയ്ക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു ടിപ്പ് മനസ്സിൽ വെക്കുക. കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക. ആ ഒരു പേപ്പറിൽ വളരെ നന്നായി ക്രമത്തിൽ തന്നെ ചെയ്ത് വെക്കുക. ബിക്കോസ് പിന്നീട് എപ്പോഴാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താ? ഇവിടെ വേറെ മെത്തേഡ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇനി നിങ്ങൾ ഇക്വേഷനും മറന്നുപോയാൽ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉപയോഗിച്ച് പ്രോഫിറ്റ് കണ്ടെത്തി പിന്നെ ഇൻകത്തിലേക്കൊക്കെ വരാം. അത് കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഒരു പക്ഷേ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ ഇവിടെ ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? 192 ആണ്. 192 പ്ലസ് എത്രയാണ്? 28.8. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് പിന്നീട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ 28.8 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തേ. പ്ലസ് 220.8 നമുക്ക് കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത എന്താ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്? 2020 നമുക്ക് ഇതുപോലെ തന്നെ ഇൻകം കണ്ടുപിടിക്കണം. ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. കാരണം 2020 ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 2020 പ്രോഫിറ്റ് നമുക്കുണ്ട്. എന്നാലും നമുക്ക് ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇൻകം കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും ആവും. അപ്പോൾ നിങ്ങൾ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ അതിങ്ങനെ ഡയറക്റ്റ്ലി ചെയ്തു. ഇനി അങ്ങനെയല്ല, ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല, ഡയറക്റ്റ്ലി ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജും അതിൻ്റെ കൂടെ എക്സ്പെൻഡിച്ചറും മാത്രം ഉള്ളെങ്കിൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ആ ഇക്വേഷൻ യൂസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇക്വേഷൻ എന്താണ്? ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ into 100 plus profit percentage divided by 100. ഇതാണ് ഇക്വേഷൻ. ഓർക്കുന്നില്ലേ? ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. ഈ സെയിം കാര്യം നമുക്ക് ഇവിടെയും ചെയ്യാം. പക്ഷെ നമ്മൾ ഇക്വേഷൻ ഒന്ന് വെച്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ഡേറ്റ് നോക്കിയാൽ 2020 എക്സ്പെൻഡിച്ചർ എത്രയാണ്? ദാറ്റ് ഇസ് 210 അല്ലേ? 210 ഇൻറ്റു ഇനിയും അവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 20 ആണ്. അപ്പം 100 പ്ലസ് 20 ദാറ്റ് ഇസ് 120 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇനി സിംപ്ലിഫൈ ചെയ്തേ. അപ്പോൾ 21 ഇൻറ്റു 12 ദാറ്റ് വിൽ ഗിവ് യു 252. അപ്പോൾ നമുക്കിപ്പോൾ 2018 2020 ഇൻകം കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പൊ ആവറേജ് എങ്ങനെയാ? ആവറേജ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇൻകം ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലേ? ആവറേജ് ഇൻകം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഇത് രണ്ടും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 220.8 പ്ലസ് 252 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? ഇറ്റ് ഇസ് 472.8 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ നിങ്ങളിത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാ? ദാറ്റ് ഇസ് 236.4. 236.4 ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. 236.4 is option B. So the right answer is option B itself. Moving to the next question. If the loss incurred by the company in 2019 was rupees 33.2 million more than the profit of the company in 2018, then the loss percent incurred by the company in 2019 was. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? കമ്പനിക്ക് 2018 ഉണ്ടായ പ്രോഫിറ്റിനേക്കാളും 33.2 മില്യൺ കൂടുതലാണ് 2019 ഉണ്ടായിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2019 കമ്പനിയുടെ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തൊരു ഇൻഫർമേഷൻ, ഒരു ഡേറ്റ് നമുക്കിവിടെ ഹെൽപ്ഫുൾ ആയിട്ട് വരും. അതെന്താ? 2018 പ്രോഫിറ്റ് ആണ്. 2018 പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസിലും നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ കാൽക്കുലേഷൻസ് നിങ്ങൾ അവിടെ പ്രോപ്പർലി ചെയ്തു വയ്ക്കുക. അപ്പോൾ ആ ഇൻഫർമേഷൻ നമുക്ക് പിന്നീട് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 2018 പ്രോഫിറ്റ് എന്നുള്ളത്. സോ ഓൾറെഡി നമുക്കറിയാം പ്രോഫിറ്റ് ഇൻ 2018 നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഓൾറെഡി. സോ ദാറ്റ് ഇസ് 28.8. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? ഇഫ് ദ ലോസ് ഇൻകേർഡ് ബൈ ദ കമ്പനി ഇൻ 2019 വാസ് 33.2 മില്യൺ മോർ ദാൻ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഇൻ 2018. അതായത് ലോസ് ഇൻ 2019 എന്ന് പറയുന്നത് എന്താ? ലോസ് ഇൻ 2019 എന്ന് പറയുന്നത് ഈ 2018 പ്രോഫിറ്റിനേക്കാളും അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ 33.2 മില്യൺ കൂടെ കൂട്ടുന്നതാണ്. അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 33.2 മില്യൺ മോർ ദാൻ ദ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? 2019 ലോസ്. അപ്പം എങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം? 33.2 പ്ലസ് 28.8. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതായത് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 2019 ലോസ് എന്ന് പറയുന്നത് 2018 പ്രോഫിറ്റിനേക്കാളും 33.2 മില്യൺ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2019 ലോസ് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 2018 പ്രോഫിറ്റിന്റെ കൂടെ എന്ത് ചെയ്യുക? 33.2 കൂടി കൂട്ടുക. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 62. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? 2019 ലോസ് എത്രയാണെന്നുള്ളത് കിട്ടി. ഇനി നമ്മളോട് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ദെൻ ദ ലോസ് പെർസെൻറ്റേജ് ഇൻകേർഡ് ബൈ ദ കമ്പനി ഇൻ 2019 വാസ്. 2019 ലോസ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് പ്രോഫിറ്റും പെർസെൻറ്റേജ് ലോസും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എക്സ്പെൻഡിച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ലോസിൽ എന്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ മതി? എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനമാണ് ഈ ലോസ് എന്ന് കണ്ടുപിടിച്ചാൽ ലോസ് പെർസെൻറ്റേജ് ആയി. ഒന്നുകൂടെ പറയാം, എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലോസ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഈ 62 ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ എത്രയാണോ ഇൻറ്റു 100 ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചാണ്. ഒരു 2 നമ്പർ തന്നാൽ ഒന്ന് മറ്റതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് ഐഡന്റിഫൈ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ബേസിക് പെർസെൻറ്റേജിൻ്റെ കോൺസെപ്റ്റുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇത്ര ഓർത്താൽ മതി. ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഐഡിയ എന്താ? ഈ തന്നിരിക്കുന്ന ലോസ് എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനം, എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര, അപ്പോൾ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്? 62 എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എക്സ്പെൻഡിച്ചർ കൊടുക്കണം. എക്സ്പെൻഡിച്ചർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ ആ ടേബിൾ നോക്കിയേ. 2019 നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്ര കൊടുത്തിരിക്കുന്നത്? 248. അപ്പോൾ 62 248ൻ്റെ
എത്ര ശതമാനം, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് 25%. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയ ഓപ്ഷൻസ് 17%, 22%, 25% and 23%. So the right answer for this question is option C, that is 25%. Moving to the next question. In 2022, if the expenditure of company was 15% more as compared to 2019, then the income of the company in 2022 was. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2022 കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2019 എക്സ്പെൻഡിച്ചറിനേക്കാൾ 15% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 2022 ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്? എക്സ്പെൻഡിച്ചർ ഇൻ 2022 ഇസ് 15% മോർ ദാൻ ദി എക്സ്പെൻഡിച്ചർ ഇൻ 2019. അതാണ് നമ്മുടെ ബേസിക് ആയിട്ട് തന്നിരിക്കുന്ന ഐഡിയ. 2022 എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2019 എക്സ്പെൻഡിച്ചറിനേക്കാളും 15% കൂടുതലാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 2019 എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടില്ലേ? 2019 എക്സ്പെൻഡിച്ചർ ഡേറ്റയിൽ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഇസ് 248. അതാണ് നിങ്ങളുടെ ഡേറ്റയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ. സോ 2019 എക്സ്പെൻഡിച്ചർ 248 ആണ്. ഫ്രം ദ ഗിവൻ ഇൻഫർമേഷൻ, നമുക്ക് തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ 248 15% കൂടുതലാണ് എന്ത്? 2022 എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 2019 എക്സ്പെൻഡിച്ചർ ആയ 248 15% കൂടുതലാണ് 2022 എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2022 എക്സ്പെൻഡിച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്താ? എക്സ്പെൻഡിച്ചർ ഇൻ 2022 is equal to 248 പ്ലസ് 15% ഓഫ് 248 എന്ന് പറഞ്ഞാൽ എന്താ? 2019 എക്സ്പെൻഡിച്ചറിനേക്കാൾ 15% കൂടുതൽ എന്ന് പറഞ്ഞാൽ 2019 248 എന്ന എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ഈ 248ന്റെ 15% കൂടെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2022 എക്സ്പെൻഡിച്ചർ കിട്ടും. ഇനി വേറൊരു രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് ഈക്വൽ ടു 248 ഇൻറ്റു 115 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മുടെ എക്സ്പെൻഡിച്ചർ കംപ്ലീറ്റ്ലി നമ്മളിപ്പോൾ 100% എക്സ്പെൻഡിച്ചർ അവിടെ ഇൻക്ലൂഡ് ആണ്. കാരണം പറഞ്ഞിരിക്കുന്നത് എന്താ? 15% മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ മുഴുവനായി പെർസെൻറ്റേജിൽ നമ്മൾ പറഞ്ഞാൽ 100% എക്സ്പെൻഡിച്ചറും അതിൻ്റെ കൂടെ ഒരു 15% എന്നുള്ള ആശയം വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 248 ഇൻറ്റു 115 ബൈ 100 എന്ന് ചെയ്താലും ഈ സെയിം ആശയം തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഫുൾ എക്സ്പെൻഡിച്ചർ, അതായത് ഫുൾ ആ എക്സ്പെൻഡിച്ചർ 100% ഓഫ് ദ എക്സ്പെൻഡിച്ചർ പ്ലസ് 15% എന്നുള്ള ആശയം നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ 2019 ഫുൾ എക്സ്പെൻഡിച്ചർ നമ്മൾ അങ്ങനെ തന്നെ ഫുൾ എന്ന് പറയുമ്പോൾ എന്താ 100% ഇട്ടിരിക്കുകയാണ്. ആ 100% പ്ലസ് 15% ആണ്. സോ ദാറ്റ് ഇസ് 115 ബൈ 100. അങ്ങനെയും ചെയ്യാം. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ 62 ഇൻറ്റു 23 ബൈ 5 നിങ്ങളിത് സോൾവ് ചെയ്താൽ മതി. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 285.2 ആണ്. ഇവിടെ എന്താ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഇപ്പം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2022 എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? In 2022, if the expenditure of company was 15% more as compared to 2019, then the income of the company in 2022 is. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? 2022 എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. 2022 എന്തെങ്കിലും വേറെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടോ? നിങ്ങൾ ആ ഡേറ്റ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? പെർസെൻറ്റേജ് ലോസ് പറഞ്ഞിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് ലോസ് എത്രയാണ്? 12% ആണ്, റൈറ്റ്? അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പെർസെൻറ്റേജ് ലോസും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഡേറ്റയിലുണ്ട് എക്സ്പെൻഡിച്ചർ നമുക്ക് കണ്ടുകിട്ടി, അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഇൻകം അല്ലേ? അപ്പോൾ നമുക്കിനി ഇൻകം എത്രയാണെന്ന് നോക്കാം.
അപ്പോൾ ഓൾറെഡി നമുക്ക് 2022 എക്സ്പെൻഡിച്ചർ കിട്ടി, അത് 285.2 ആണ്. 285.2 ആണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ. ഡേറ്റയിൽ നിന്ന് 2022 പെർസെൻറ്റേജ് ലോസ് നമുക്ക് അറിയാം, ദാറ്റ് ഇസ് 12%. അപ്പോൾ രണ്ട് രീതികളിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇൻകം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, എക്സ്പെൻഡിച്ചർ മൈനസ് ലോസ് ആണ് ഇൻകം എന്നുള്ളത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ദാറ്റ് ഇസ് 285.2. അപ്പോൾ അതിൽ നിന്ന് എന്ത് സംഭവിക്കണം, അല്ലെങ്കിൽ എന്ത് മൈനസ് ചെയ്യണം, ലോസ് മൈനസ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ലോസ് അല്ല കൊടുത്തിരിക്കുന്നത്, ലോസ് പെർസെൻറ്റേജ് ആണ്. പക്ഷേ ലോസ് പെർസെൻറ്റേജും എക്സ്പെൻഡിച്ചറും ഉണ്ടെങ്കിൽ ലോസ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എക്സ്പെൻഡിച്ചർ, ഈ ആശയം എന്താ, ഈ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ എക്സ്പെൻഡിച്ചറിൻ്റെ 12% നിങ്ങളുടെ നഷ്ടം എന്നുള്ളതാണ് ആശയം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നഷ്ടം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 285.2ന്റെ 12% എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 285.2 ആണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ 12% നിങ്ങളുടെ നഷ്ടം. അതാണ് 2022 പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ 285.2 എന്ന 2022 എക്സ്പെൻഡിച്ചറിന്റെ 12% കണ്ടെത്തിയാൽ നിങ്ങൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 34.224 എന്ന് കിട്ടും. 34.224 എന്താണ്, ലോസ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻകം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഈ നഷ്ടം കുറച്ചാൽ മതി. നിങ്ങളുടെ ചിലവിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ നഷ്ടം കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻകം എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ 285.2 മൈനസ് 34.224 ഇസ് ഈക്വൽ ടു 250.976. ദിസ് ഇസ് ദി ആൻസർ. പക്ഷെ വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. വേറൊരു മെത്തേഡ് എന്താ, ഇപ്പോൾ ഇൻകം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താ, 285.2 ഇൻറ്റു 88/100 എന്നാ. ഇതിൻ്റെ അർത്ഥം എന്താ, അതായത് നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12% എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ എക്സ്പെൻഡിച്ചറിൻ്റെ 88% മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, തിരികെ ഇൻകം ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ആശയമല്ലേ. ഇപ്പം എക്സ്പെൻഡിച്ചർ 100% എക്സ്പെൻഡിച്ചർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് 12% നിങ്ങളുടെ നഷ്ടമാണ്. അപ്പോൾ 100% എക്സ്പെൻഡിച്ചറിൽ നിന്ന് 12% പോയാൽ 88% നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്, ഇൻകം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അത്ര എന്താ, ഇതൊരു ഇച്ചിരി കൺഫ്യൂസിങ് ആണെങ്കിൽ ഈ മെത്തേഡ് ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. രണ്ട് ചെയ്താലും നിങ്ങൾക്ക് സിമിലർ ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആശയം എന്താ, നമുക്ക് പ്രോഫിറ്റ് അല്ല, ലോസ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് 12%. അങ്ങനെയാണെങ്കിൽ ഇപ്പം മുഴുവൻ എക്സ്പെൻഡിച്ചറിൻ്റെ 100% എക്സ്പെൻഡിച്ചറിൻ്റെ 12% നഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ കിട്ടിയ ഇൻകം എത്രയാണ്, 88%. എക്സ്പെൻഡിച്ചറിൻ്റെ 88%. അത് കണ്ടുപിടിച്ചാലും ഇൻകത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. 285.2 ഇൻറ്റു 88/100. ഇത് രണ്ട് മെത്തേഡിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് 250.976. So the right answer is 250.976. Moving to the next question. In 2021, if the profit percent of the company was higher by 60% of the profit percent in 2018, then the percentage increase approximately in the expenditure of the company in 2021 as compared to the previous year would be. So ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് എടുക്കാം. പ്രൈമറിലി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, 2021 പ്രോഫിറ്റ് പെർസെൻറ്റ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് എത്രയാണ്, 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജിനേക്കാളും 60% കൂടുതലാണ്. ഹയർ ബൈ 60% ഓഫ് ദി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇൻ 2018 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2018 പെർസെൻറ്റേജ് പ്രോഫിറ്റ് അവിടെ തന്നിട്ടുണ്ടോ ഇൻഫർമേഷൻ. 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% എന്നുള്ളത് ഡേറ്റയിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2021 പെർസെൻറ്റേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജിനേക്കാളും 60% കൂടുതൽ. അപ്പം 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയ 15 പ്ലസ് ഈ 15ന്റെ 60%, ദാറ്റ് ഇസ് 60/100 ഇൻറ്റു 50. ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ, 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജിനേക്കാളും 60% കൂടുതലാണ് 2021 പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, 2018 പെർസെൻറ്റേജ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 15% ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2021 പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, 15 പ്ലസ്, അതായത് 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജ് പ്ലസ് ആ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ 60%. അതാണ് നമ്മളുടെ ഐഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. Okay, that is 15
plus 9. 15 plus 9 is equal to 24%. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ, 2021 പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടി, ദാറ്റ് ഇസ് 24%. ഇനി അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ക്വസ്റ്റിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. ക്വസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ 2021 if the profit percent of the company was higher by 60% of the profit percent in 2018, then the percentage increase in the expenditure of the company in 2021 as compared to the previous year would be. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 2021 എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് എക്സ്പെൻഡിച്ചറിൽ ഈ കമ്പനിക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് കറന്റ് നമ്മുടെ കയ്യിലുള്ളത് എന്താ, 2021 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട്, അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ആ ഡേറ്റ് ഒന്ന് പരിശോധിക്കാം. ഡേറ്റയിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? 2021 എന്ത് ഇൻഫർമേഷനാണ് വേറെ അവിടെ ഉള്ളത്? നമുക്ക് അവിടെ ഇൻകം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇൻകം എത്രയാ? 359.6 ആണ് ഇൻകം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറന്റ് നമ്മുടെ കയ്യിൽ ഇൻകവും ഉണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഇൻകം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഈ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 359.6 into 100 divided by 100 plus 24 ആണ് നമുക്ക് വേണ്ട അല്ലേ? 100 plus 24, that is 124. അപ്പോൾ ഇതിനെ നമുക്ക് ഈസിലി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഈ 100 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. അപ്പോൾ അതിനെ നമുക്ക് എന്താക്കാം? 359.6 ഇങ്ങോട്ട് മാറ്റാം, ആൻഡ് ഒരു 0 എക്സ്ട്രാ ഉണ്ട്, അതിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ 35,960 ഡിവൈഡഡ് ബൈ 124. അപ്പോൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇസ് 290 ആണ്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ 290 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ കറന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? എക്സ്പെൻഡിച്ചർ കിട്ടി. 2021 എക്സ്പെൻഡിച്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Then the percentage increase in the expenditure of the company in 2021 as compared to the previous year would be. അതായത് 2020 വെച്ച് നോക്കുമ്പോൾ 2021 എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് എക്സ്പെൻഡിച്ചറിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാം. സോ നമുക്ക് ഓൾറെഡി എക്സ്പെൻഡിച്ചർ 2021 എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയും 2021 എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചു, 2020 എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്? ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കമ്പനി ഇൻ 2021 ആസ് കമ്പയർ ടു ദ പ്രീവിയസ് ഇയർ വുഡ് ബി. 2021 മുൻ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചറിൽ വന്നിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മുൻ വർഷം എന്ന് പറഞ്ഞാൽ 2020, അത് ഓൾറെഡി നിങ്ങൾക്ക് ഡേറ്റയിൽ 2020 എക്സ്പെൻഡിച്ചർ 210 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് നമുക്ക് ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം അല്ലേ? എക്സ്പെൻഡിച്ചറിൽ വന്നിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ്. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ ഇതൊക്കെ ഓൾറെഡി ബേസിക്സിൽ പഠിച്ചതാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം. ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 2021 എക്സ്പെൻഡിച്ചർ മൈനസ് ഓൾഡ് വാല്യൂ, 2020 എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ 2020 തന്നെ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ 2 വർഷങ്ങളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ 2021 വന്നിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ന്യൂ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2021 എക്സ്പെൻഡിച്ചർ. അപ്പോൾ 290 മൈനസ് ഓൾഡ് വാല്യൂ 210 divided by 210 into 100. അപ്പോൾ ഇത് എത്ര കിട്ടും? That is 80 by 210 into 100. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 800 by 21. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്കിത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 38%, അപ്രോക്സിമേറ്റാണ് പറഞ്ഞത്, 38.09 സംതിങ്ങാണ് വരുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ക്വസ്റ്റിലും നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? Then the percentage increase approximately in the expenditure of the company in 2021 as compared to the previous year would be, so that would be, we can take it as 38%. 38% is option D. So the right answer for this question is option D itself. സോ അങ്ങനെ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന മൊഡ്യൂളിൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ
സെഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. സോ ഈ വീഡിയോ സീരീസിൽ നിങ്ങൾക്കറിയാം 2023 നടന്നിട്ടുള്ള ജൂൺ ആൻഡ് ഡിസംബർ എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ മൊഡ്യൂളിലും എന്താണ് നമ്മുടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമുക്ക് ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് പരിശോധിക്കുമ്പോൾ വളരെയധികം നമുക്കൊരു ട്രബിൾ ഉണ്ടാക്കുന്ന ഏരിയയാണ് ഈ മിസ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതിൻ്റെ കൂടെ ഇതുപോലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലുള്ള ആശയങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡിഫിക്കൽട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 ആശയങ്ങളാണ് ഒരുപോലെ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ, അല്ലെങ്കിൽ 2 നമ്മളുടെ DI റിലേറ്റഡ് കൺസേൺസ് ആണ് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അഫ്കോഴ്സ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു അനാലിസിസ് പോയിന്റ് തന്നെയായിരുന്നു. അതിനോടൊപ്പം മിസ്സിംഗ് ടേബിൾ ആസ് വെൽ എസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ 2 കോൺസെപ്റ്റുകളാണ് നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കാണും. സോ അപ്കമിങ് സെഷനിൽ പുതിയ മൊഡ്യൂൾസുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വളരെ അപ്ഡേറ്റഡ് ആയി പേപ്പർ 1 നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത എക്സാമിന് വേണ്ടി കുറച്ചുകൂടെ നന്നായി പേപ്പർ 1 മനസ്സിലാക്കണം, പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ആപ്പിൾ ബി അക്കാഡമിയുടെ കോഴ്സസ് പരിഗണിക്കാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ ആസ് വെൽ എസ് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ജൂൺ 2024 നെറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രാഷ് കോഴ്സും ബോത്ത് ഇൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മോഡ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ സീരീസിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക്സും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആസ് വെൽ എസ് ലോജിക്കൽ റീസണിങ്, ആ മൊഡ്യൂൾസിൻ്റെ അപ്ഡേറ്റഡ് അനാലിസിസ് വീഡിയോ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ മൊഡ്യൂളുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.